നിങ്ങളിൽ ഒരുവിധം എല്ലാവരും ന്യൂസിൽ നടക്കുന്ന എൻ്റെ അഗൻസ്റ്റുള്ള ആരോപണങ്ങളും എല്ലാം കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇൻ കേസ് അത് അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പ്ലസ് വേറൊരു ഇൻഫർമേഷനും കൂടെ പാസ് ഓൺ ചെയ്യാനാണ്. എൻ്റെ ഒബയോസി സ്ഥാപനത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്ന 3 കുട്ടികൾ, വിനിത, ദിവ്യ, രാധു, ഈ 3 പേരും അവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ടായിരുന്നു. QR കോഡ് വഴി പണം തട്ടിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷമുള്ള ഇഷ്യൂസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേസ് കൊടുത്തു, അവർ കൗണ്ടർ കേസ് കൊടുത്തു. സോ അത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിത് കണ്ടുപിടിച്ച ദിവസം രാത്രി ഞാൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ആസ്കിങ് ഫോർ ഹെൽപ്പ്. ഇതുപോലെ ആരെങ്കിലും ഇവരുടെ പേഴ്സണൽ അക്കൗണ്ടിലോട്ട് ഇവർ ചെയ്യാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാനൊരു സ്റ്റോറി ഇട്ടിരുന്നു. അതിന്റെ പിന്നാലെ ഒത്തിരി പേരുടെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈവൻ ടുഡേ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി പേരുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അവരിതുപോലെ നമ്മുടെ നിന്ന് ക്യാഷ് ഇൻസിസ്റ്റ് ചെയ്തു, ഇവരുടെ അക്കൗണ്ടിലോട്ട് അയക്കാൻ പറഞ്ഞു. ഇതുപോലെ ഒത്തിരി കംപ്ലയിൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പൈസ മുഴുവൻ ഇവരുടെ അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവരെ എന്നെയും നിങ്ങളെയുമാണ് സ്കാം ചെയ്തത്. എന്നെ സ്കാം ചെയ്തതും എന്റെ കമ്പനിയെ സ്കാം ചെയ്തതും നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളെ സ്കാം ചെയ്തത്, നിങ്ങളെ എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഒബയോസിലെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് വിശ്വസിച്ച് എനിക്ക് പേയ്മെന്റ് കിട്ടുന്നു, അല്ലെങ്കിൽ ഞാൻ ബിസിനസ്സിൽ രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് എനിക്ക് തരേണ്ട പൈസ ഇവർ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ എല്ലാവരെയും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഞാനൊരു മെയിൽ ഐഡിയും ഈ ഒരു പോസ്റ്റിന്റെ അടിയിൽ ഇടുന്നുണ്ട്. ആ ഒരു മെയിൽ ഐഡി ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമ്മുടെ മ്യൂസിയം സ്റ്റേഷനിലുള്ള മെയിൽ ഐ ഡി ആണിത്. shomsm.tvm.pol@kerala.gov.government.in മെയിൽ ഐ ഡി ഞാനിവിടെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മ്യൂസിയം സ്റ്റേഷനിൽ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള മെയിൽ ഐ ഡി ആണ്. എനിക്കറിയാം കസ്റ്റമേഴ്സിന് ആർക്കും ഡയറക്ട്ലി അവിടെ പോയി കേസ് കൊടുക്കാൻ ഇപ്പം നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട വരും. എനിക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങളെയും സ്കാം ചെയ്തിട്ടുണ്ട്, എന്നെയും സ്കാം ചെയ്തിട്ടുണ്ട്. ഇവരുടെ പേരിൽ ഫ്രോഡ് കേസ് നിങ്ങൾക്കും ഫയൽ ചെയ്യാമെന്നുള്ളതാണ്. ഈ പറയുന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങൾ വിത്ത് പ്രൂഫ്, അതായത് നിങ്ങൾക്ക് അവിടെ ഉണ്ടായ അനുഭവം പ്ലസ് സ്ക്രീൻഷോട്ട്, ഇപ്പോൾ ദിവ്യ ഫ്രാങ്ക്ലിന്റെ അക്കൗണ്ട് ആണോ, വിനിത ആദർശിന്റെ അക്കൗണ്ട് ആണോ, രാധു മനോജിന്റെ അക്കൗണ്ട് ആണോ എന്നുള്ളത് വിത്ത് പ്രൂഫ്, എത്ര രൂപയാണ് എന്നുള്ളത്, അതിന് അവിടെ ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളതിന്റെ ഒരു തെളിവും കൂടെ വെച്ചിട്ട് ഇവരുടെ അഗേൻസ്റ്റ് ഒരു ഫ്രോഡ് കേസ് നിങ്ങൾക്കും കൊടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, ഇഫ് യു ജോയിൻ മീ ഇൻ ദിസ് ജേർണി ഇറ്റ് വുഡ് ബി ഓഫ് ഗ്രേറ്റ് ഹെൽപ്പ്. കാര്യം ഞാൻ എൻ്റെ കേസ് കൊടുത്തു കഴിഞ്ഞു, നിങ്ങളുടെ കേസ് നിങ്ങൾ തന്നെ കൊടുക്കണം. എന്നാലേ ഇതിനകത്ത് നമുക്ക് ട്രൂത്ത് വെളിയിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ജസ്റ്റിസ് ഷുഡ് ബി സെർവ്ഡ് ആസ് സൂൺ ആസ് പോസിബിൾ. നമുക്ക് ക്രിമിനൽസിനെ മുന്നിൽ കൊണ്ടുവരണം. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മളെല്ലാവരും കേട്ട അല്ലെങ്കിൽ കണ്ട ഒരു വാർത്തയായിരുന്നു, നമ്മുടെ നടൻ കൃഷ്ണകുമാറിന്റെ മകളുടെ ഒരു സ്ഥാപനമുണ്ട്. അതായത് ഈ ഓൺലൈൻ ജ്വല്ലറി ആണ്, അതായത് ഇമിറ്റേഷൻ ഗോൾഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്, നെക്ലേസുകൾ അങ്ങനെയുള്ള സംഭവങ്ങളുടെ ഒരു ചെറിയൊരു ഷോപ്പ് ഈ പറയുന്ന കൃഷ്ണകുമാറിൻ്റെ ഒരു മകൾക്കുണ്ട്. ദിയ കൃഷ്ണ എന്നാണ് അവരുടെ പേര്. അപ്പോൾ അവർക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ഷോപ്പിൽ ഇപ്പോൾ കുറച്ചായിട്ട് അവരധികം അങ്ങനെ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിയ കൃഷ്ണയുടെ കല്യാണം കഴിഞ്ഞവർ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ആ ഒരു പ്രഗ്നൻ്റ് ആയ സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഈ പറയുന്ന ദിയ കൃഷ്ണയ്ക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഷോപ്പിൽ പോകാനോ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളോ തിരക്കാനുള്ള ഒരു അവസ്ഥയിലല്ലായിരുന്നു. അപ്പോൾ അവിടെ 3 വിശ്വസ്തരായിട്ടുള്ള 3 സ്ത്രീകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ഈ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, ഇപ്പം ദിയ കൃഷ്ണ ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട് തന്നെ അവരെപ്പോഴും ചെല്ലുന്നില്ല. അങ്ങനെ ആയപ്പോഴത്തേക്കും ഇവരങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് പൈസ അങ്ങോട്ട് തട്ടിച്ചു. അതായത് ഈ QR കോഡ് ഉണ്ടല്ലോ, അവിടെ ഓൾറെഡി ഇപ്പോൾ QR കോഡ് ഇരിക്കുന്നത് ദിയ കൃഷ്ണയുടെയാണ്. അപ്പോൾ അവർ ചില സമയങ്ങളിൽ അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവരുടേതായിട്ടുള്ള QR കോഡ് കാണിച്ചിട്ട് ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുമ്പോഴത്തേക്ക് ഇവരുടെ അക്കൗണ്ടിലേക്കാണ് പൈസയൊക്കെ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ 67 ലക്ഷം രൂപയാണ് ഈ 3 സ്ത്രീകൾ ചേർന്ന് തട്ടിയെടുത്തത്. അങ്ങനെ ഈ ഒരു കള്ളത്തരം ഈ പറയുന്ന ദിയ കൃഷ്ണ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ഈ 3 സ്ത്രീകളെയും വിളിച്ചു വരുത്തിയിട്ട് അവർ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ചെറിയ രീതിയിൽ അവർ പൈസ എടുത്തിട്ടുണ്ടായിരുന്നു, അത് തിരിച്ചു തരാമെന്ന് ഈ സ്ത്രീകൾ പറഞ്ഞു. അപ്പോൾ അതിനെ ചൊല്ലിയിട്ട് ഇവരെന്ത് ചെയ്തു, ഇവരുടെ ഈ കള്ളത്തരം പിടിച്ചപ്പോൾ ഈ 3 പേരും ജോലിയിൽ നിന്നങ്ങോട്ട് ജോലി നിർത്തി. അപ്പോൾ അതോടുകൂടി അങ്ങനെ ഇവർ കേസ് കൊടുത്തു. അതായത് ദിയ കൃഷ്ണയും ഇവർ കേസ് കൊടുത്തു. ഇങ്ങനെ പൈസ 67 ലക്ഷം രൂപ തട്ടിച്ചു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്താ പറയുക, 1 2 ആണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം, 67 ലക്ഷം രൂപ, അതും വിശ്വസിച്ച്. നമ്മൾ പല കാര്യങ്ങളും ഈ പറയുന്ന ദിയ കൃഷ്ണയെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും
ഇപ്പോൾ ഇവർ ഈ പറയുന്ന കാര്യം ജെനുവിൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ന്യൂസ് കണ്ടു, അവരവരുടേതായിട്ടുള്ള എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. അത് എന്താ പറയുക, കൃഷ്ണകുമാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ദിയ കൃഷ്ണ ആയിക്കോട്ടെ, അവരവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതേ സമയം ഈ പറഞ്ഞ തട്ടിപ്പ് നടത്തിയ 3 അവളുമാരും കൂടി വന്നിരുന്നിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വിളമ്പുന്ന ചില കാര്യങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവളുമാർ കള്ളത്തരം ചെയ്തിട്ടുണ്ട്, ഇവളുമാര് പൈസ തട്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അപ്പൊ എന്തായാലും ഇവളുമാർ എന്ത് ചെയ്തു, ഇവളുമാരെയും ഇവളുമാരുടെ ഭർത്താക്കന്മാരെയും തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ദിയ കൃഷ്ണയ്ക്കും അതായത് നടൻ കൃഷ്ണകുമാറിനെതിരായിട്ട് ഇവരൊരു പരാതി കൊടുത്തു. എന്തായാലും നമുക്ക് ഈ കള്ളികൾ, ഈ 3 കള്ളികൾ വന്നിട്ട് പറയുന്ന ചില കാര്യങ്ങളൂടെ ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. എനിക്ക് ചെയ്തേ പറ്റൂ. കാരണം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും നമ്മൾ എന്തിനാണ് ഇപ്പോൾ പൈസ കൊണ്ടുപോയെന്ന്. കാരണം ഇവർക്ക് ഇത്രയും പേയ്മെൻറ്റ് വരുമ്പോൾ നമ്മളിപ്പോൾ മന്ത്ലി അവർക്കൊരു 30,000 രൂപ 40,000 രൂപ കൊടുക്കുമ്പം ദിയ നമുക്കൊരു ഇൻക്രിമെൻറ്റ് പോലെ നമുക്കൊരു 5,000 6,000 രൂപയൊക്കെ ഞങ്ങൾക്ക് സാലറി കൂടാതെ ഞങ്ങൾക്ക് ദിയ തരുമായിരുന്നു. അപ്പോൾ ദിയ അങ്ങനെ തരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം അതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നത്. പിന്നെ ഷോപ്പിലുള്ള എല്ലാ ഇൻ്റർനാഷണൽ ഓർഡേഴ്സും ഞങ്ങളുടെ അഡ്രസ്സ് ഉപയോഗിച്ച് അയക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം കുറച്ച് പ്രശ്നമാണെന്ന് തോന്നി തുടങ്ങിയത്. കാരണം എല്ലാത്തിനും നമ്മുടെ അഡ്രസ്സാണ് ഉപയോഗിക്കുന്നത്. ദിയയുടെ പേഴ്സണൽ കോൺടാക്റ്റോ ദിയയുടെ ഒരു കാര്യങ്ങളോ ദിയ ഒരിടത്തും ഉപയോഗിക്കത്തില്ല. എന്നിട്ടാണ് ദിയ നമ്മളെ ഫ്ലാറ്റിൽ വിളിച്ച് വരുത്തിയിട്ട് പറയുന്നത്, നിങ്ങൾ 5 പേരും, എൻ്റെ ഹസ്ബൻഡ്, പുള്ളിക്കാരുടെ ഹസ്ബൻഡ്, ദിവ്യ, പുറത്ത് ഇതാരെ അറിയിക്കരുത്, ഈ കോൾ റെക്കോർഡ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, നിങ്ങൾ വരണം, നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ 5 ലക്ഷം രൂപയും വെച്ച് നിങ്ങളൊന്ന് എനിക്ക് കണ്ടാൽ മതി, വേറെ ഒരു ആവശ്യമില്ല, ഞാൻ കണ്ടിട്ട് നിങ്ങളെ വിടുന്നതായിരിക്കും, ആ പൈസയും മേടിച്ച് എന്ന് പറഞ്ഞ് ദിയ ആർക്കോൺ പ്രീമിയർ എന്ന് പറഞ്ഞ് ദിയയുടെ ഫ്ലാറ്റിലോട്ട് ഞങ്ങളെ വിളിച്ച് വരുത്തുകയും രാവിലെ 10 മണിക്ക് എത്താനാണ് ദിയ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ എത്തിയതിന് ശേഷം ഞങ്ങളുടെ നിന്ന് പൈസ വാങ്ങിയതിന് ശേഷം ദിയയുടെ വീട്ടുകാർ ഓരോരുത്തരായിട്ട് വിളിക്കുകയും അവരെല്ലാവരും ഓരോ കാറിലായിട്ട് വന്ന് ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ അവർ 5 പേരും 5 സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുകയാണ്. ദിയയെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾ അവൾക്ക് യൂട്യൂബിൽ നാളെ ട്രെൻഡിങ് വണ്ണാകുമ്പോൾ ഒരു കണ്ടന്റ് മാത്രമാണ്. എന്തുകൊണ്ട് ഞങ്ങൾ ഇതുവരെയും പുറത്ത് വന്നില്ലെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. ഞങ്ങൾ ലീഗലി മൂവ് ചെയ്യാൻ തന്നെയാണ് ഇത്രയും നാളെ ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നതാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ദിയ ഇങ്ങനെ പറഞ്ഞ് ദിയയുടെ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് വന്ന് 3 കാറുകളിലായിട്ടാണ് ദിയ രാധുവിനെ സെപ്പറേറ്റ് ഒരു കാറിൽ ഞങ്ങളെ 2 പേരെ സെപ്പറേറ്റ് ഒരു കാറിൽ നിർബന്ധിപ്പിച്ച് അത് തട്ടിക്കൊണ്ട് പോകുന്നത് തന്നെയാണ്. നമ്മളറിയാത്തൊരു വണ്ടിയിൽ നമ്മളെ കയറ്റിയിട്ട് പോകുന്നത്. ഞങ്ങളുടെ സ്വന്തം വണ്ടിയിൽ പോലും വരാൻ വിടാതെ അവരേതോ ഒരു ഓഫീസിലാണ് ഞങ്ങളെ കൊണ്ടുപോയത്. പിന്നീട് ഞങ്ങൾക്ക് അവരെ സംസാരത്തിൽ നിന്നാണ് അത് അമ്പലമുക്കുള്ള ഒരു ഓഫീസാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അവിടെ ക്യാമറ ഒന്നുമില്ല. അവിടെ ഒരു 6, 7 ഒരു 10-നകത്തോളം ആൾക്കാരുണ്ടായിരുന്നു. കൃഷ്ണകുമാർ സാറിൻ്റെ 4 മക്കളും ഭാര്യയും പിന്നെ അവരുടെ 3 പേഴ്സണൽ ഡ്രൈവേഴ്സും അതുകൂടാതെ അവിടെ അവരുടെ പാർട്ടിക്കൊക്കെ വേണ്ടി എടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു ചെറുപ്പക്കാരനും ഒരു റിസപ്ഷനിസ്റ്റും അങ്ങനെ കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു അവിടെ. എന്തായാലും ഈ 3 പെണ്ണുങ്ങൾ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ഇവളുമാർ കള്ളത്തരം ചെയ്തിട്ടുണ്ട്. അത് 1, 2 ലക്ഷമൊന്നുമല്ല, ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കണ്ടുപിടിച്ചു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇവളുമാർ കിടന്നങ്ങോട്ട് തപ്പി കളിക്കുക, എന്നിട്ട് ജാതി അധിക്ഷേപം നടത്തി അവരെ തട്ടിക്കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കിടന്ന് ഉരുളുവാണ്. എന്തായാലും നമ്മൾ പല കാര്യങ്ങളിലും ഈ പറയുന്ന കൃഷ്ണകുമാറിനെ അല്ലെങ്കിൽ ദിയാകൃഷ്ണനെയൊക്കെ വിമർശിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പം അവർ പറയുന്ന കാര്യം ന്യായമായിട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ സ്ഥാപനത്തിൽ വിശ്വസിച്ച് അവരെ സ്ഥാപനം ഏൽപ്പിച്ചു പോയിട്ട് കള്ളത്തരം കാണിച്ച് അതും ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു. അങ്ങനെയുള്ള അവളുമാർക്കൊന്നും ഒരു കാരണവശാലും നീതി കിട്ടരുത്. കാരണം ഇവളുമാർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇവളുമാരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇവളുമാർക്കുള്ള ശിക്ഷ കിട്ടണം. അതിന് തെളിവ് സഹിതം CCTV ദൃശ്യങ്ങളുണ്ട്. ഇവളുമാർ പല കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഇവളുമാരുടെ QR കോഡ് കാണിച്ചിട്ട് പൈസ മേടിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ പൈസ ഇതാക്കുന്നതിൻ്റെ പല CCTV ദൃശ്യങ്ങളും ഉണ്ടെന്നാണ് ഇപ്പോൾ ദിയാകൃഷ്ണ ആയിക്കോട്ടെ കൃഷ്ണകുമാർ ആയിക്കോട്ടെ ഇവർ പറയുന്നത്. അപ്പോൾ അവർക്ക് നീതി ലഭിക്കട്ടെ. കാരണം ഒരു സ്ഥാപനം വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അവർക്കിപ്പോൾ ഇങ്ങനെ ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് അവർക്ക് ഒരു ഹെൽത്ത് പ്രോബ്ലം വന്നപ്പോൾ അവർ കുറച്ച് മാറി നിന്നു. വിശ്വസിച്ചാണ് ആ സ്ത്രീകളെ അവിടെ ഏൽപ്പിച്ചിട്ട് പോയത്. പക്ഷെ അവരെന്ത് ചെയ്തു, അവർ പൈസ അങ്ങ് നന്നായിട്ട് അങ്ങോട്ട് മുക്കി. അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജോലി നിർത്തി പോകാൻ നോക്കി. എന്തായാലും നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ. ഇവളുമാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടുക തന്നെ വേണം. ഒരവളുമാരും ഇതുപോലുള്ള നാറിത്തനം കാണിക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ.